നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു കക്ഷി ഭരണം പിടിക്കുമ്പോൾ ചില ജില്ലകൾ അതിപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. കേരളം ആര് ഭരിക്കുന്നുവോ അവർക്കനുകൂലമായിട്ടാണ് എപ്പോഴും തിരുവനന്തപുരവും കൊല്ലം ജില്ലകളും മാറുക. തിരുവനന്തപുരവും കൊല്ലവും എങ്ങോട്ട് മാറുന്നുവോ അവർക്കായിരിക്കും ഭരണം എന്ന് മുൻകാലങ്ങളിൽ ഒരു പറച്ചിൽ തന്നെ ഉണ്ടായിരുന്നു. അത് പലപ്പോഴും യാഥാർത്ഥ്യമാവുകയും ചെയ്തു. കേരളത്തിലെ അതിപ്രധാനമായിട്ടുള്ള 2 ജില്ലകളിലേക്ക് പോയാൽ, ഒന്ന് എറണാകുളം, മറ്റൊന്ന് തൃശ്ശൂർ. ഈ 2 ജില്ലകളിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് എത്രത്തോളം ആധിപത്യം നേടാൻ കഴിയും? നിലവിൽ നമ്മൾ പറയാറുണ്ട്, ഈ കേരളം മുഴുവൻ LDF തരംഗമാണെങ്കിലും UDFനൊരു പച്ച തുരുത്തായി നിൽക്കുന്നത് എറണാകുളം ജില്ലയാണെന്ന്. ശരിയാണ്, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും UDFനൊരു പച്ച തുരുത്താണ് എറണാകുളം ജില്ല. എറണാകുളം ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ 9 ഇടങ്ങളിൽ UDF ആണ്, 5 ഇടങ്ങളിൽ LDF ആണ്. 2016-ലും 2021-ലും ഒരു LDF തരംഗം തന്നെ ഉണ്ടായിട്ട് പോലും UDFനെ, പ്രത്യേകിച്ച് കോൺഗ്രസിന് ഒരു തുണയായിട്ട് നിൽക്കുന്ന ജില്ലയാണ് എറണാകുളം. തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ 13 സീറ്റുള്ളതിൽ ഇപ്പോൾ മേൽക്കൈ 12 സീറ്റോടുകൂടി LDFലാണ്. 1 സീറ്റ് മാത്രമാണ് UDFന്റെ കൈവശമുള്ളത്. ഇവിടെ ഏത് തരത്തിൽ UDF മേൽക്കൈ നേടും എന്നുള്ളതാണ്. അതുപോലെ എറണാകുളം ജില്ലയിൽ ഈ നിലവിലുള്ള 9 എണ്ണം നിലനിർത്തി ഈ LDFന്റെ കയ്യിൽ 5 എണ്ണം ഇരിക്കുന്നത് എങ്ങനെ നേടും എന്നുള്ള ഒരു ചോദ്യവും ഉയരുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മണ്ഡലം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അത് ലീഗിൻ്റെ മണ്ഡലമാണ്. കളമശ്ശേരിയിൽ മുമ്പ് മത്സരിച്ചിരുന്ന ലീഗിൻ്റെ നേതാവ് അവിടെ പരാജയപ്പെടുകയായിരുന്നു ചെയ്തത്. 2021 പാലാരിവട്ടം പാലത്തിൻ്റെ പതനത്തിലൂടെ അവിടെ ലീഗിന് പരാജയവും സംഭവിച്ചു. അത് ഇപ്പോൾ കളമശ്ശേരിയിൽ നിന്ന് വ്യവസായ മന്ത്രി P. രാജീവാണ് വിജയിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഒന്നടങ്കം ഒരു ഭരണവിരുദ്ധ വികാരമുള്ളത് കൊണ്ട് പല മണ്ഡലങ്ങളിലും 2021 ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുള്ള LDF സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ UDFന് എളുപ്പമാണ്. ഇപ്പോൾ കളമശ്ശേരിയിൽ നിന്ന് രാജീവന് ആ സീറ്റ് തിരിച്ചു പിടിക്കുന്നതിനായിട്ട് കോൺഗ്രസിന് വേണ്ടി ലീഗ് അത് വെച്ചുമാറാൻ തയ്യാറായിരിക്കുകയാണ്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസ് മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കും എന്നാണ് അറിയുന്നത്. അങ്ങനെ ആ കളമശ്ശേരി മണ്ഡലം തിരിച്ചു പിടിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷ UDFനുണ്ട്. അതുപോലെ തന്നെ കൊച്ചിയിൽ LDFന്റെ KJ മാക്സിയാണ് ഇപ്പോഴത്തെ MLA. കൊച്ചിയിൽ അത് ലീഗിന് അവിടം കൊടുക്കും. ആ കൊച്ചി സീറ്റ് കൊടുത്തുകൊണ്ട് കൊച്ചി കളമശ്ശേരി ആ സീറ്റ് തമ്മിൽ വെച്ചുമാറാനുള്ള തീരുമാനമാണ്. അവിടെ ലീഗിലെ തീപ്പൊരിയായിട്ടുള്ള KM ഷാജിയെ കൊണ്ട് മത്സരിപ്പിക്കാനാണ് പാർട്ടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ KJ മാക്സിയാണ് ഇപ്പോൾ അവിടുത്തെ സിറ്റിംഗ് MLA. KM ഷാജിയുടെ ഒരു വലിയ മുന്നേറ്റം നമുക്കറിയാവുന്നതാണ്. KM ഷാജി 2016 വിജയിച്ചു, 2021 പരാജയപ്പെടുകയും ചെയ്തു. KM ഷാജി ഒരിക്കലും നിയമസഭയിൽ എത്തരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പിണറായി വിജയനാണ്. പിണറായി വിജയനെതിരെ വലിയ വെല്ലുവിളി നടത്തുന്ന ആളാണ് KM ഷാജി. പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു 2 പേർ ഒരിക്കലും നിയമസഭയിൽ എത്തരുതെന്നാണ്. അത് KM ഷാജിയും മറ്റൊന്ന് KK രമയുമാണ്. KK രമ 2021 വന്നത് തന്നെ പിണറായിയുടെ നെഞ്ചിലേക്ക് കുറച്ച് കനൽ വാരിയിട്ടതിന് തുല്യമാണ്. അതുപോലെ തൃപ്പൂണിത്തുറയിൽ ഇപ്പോൾ UDFന്റെ മണ്ഡലം തന്നെയാണ്. അവിടെ K. ബാബുവാണ് വിജയിച്ചിരിക്കുന്നത്. അത് കോൺഗ്രസ് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അത് അത്തരത്തിൽ ഉള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കണം. K. ബാബു 2026 മത്സരിക്കാൻ സാധ്യതയില്ല, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നത് കൊണ്ട്. കോതമംഗലം ഇത് UDFലെ ജോസഫ് ഗ്രൂപ്പാണത്
കൊടുത്തിട്ടുള്ളത്. അത് ഏത് തരത്തിൽ അത് തിരിച്ചു പിടിക്കണം എന്നുള്ളതിന് അതിശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് അത് കോതമംഗലം കോൺഗ്രസ് ഏറ്റെടുക്കണം. കോൺഗ്രസ് ഏറ്റെടുത്താലും അതിശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കിയെങ്കിൽ മാത്രമേ അത് തിരിച്ചു പിടിക്കാൻ സാധിക്കുകയുള്ളൂ. വൈപ്പിൻ സംബന്ധിച്ചിടത്തോളം വൈപ്പിന് എപ്പോഴും എത്ര എറണാകുളം UDFന്റെ ഭാഗത്തേക്ക് ചാഞ്ഞാലും അത് LDFിൽ തന്നെ CPMൽ തന്നെ നിൽക്കുന്ന ഒരിടമാണ് വൈപ്പിൻ. പിന്നെ പെരുമ്പാവൂരിൽ കോൺഗ്രസിന് അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. കാരണം അവിടെ ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയാണ്. എൽദോസ് കുന്നപ്പള്ളിയെ പറ്റി പല വിധത്തിലുള്ള ആരോപണങ്ങളും ഒക്കെ ഉണ്ടായി. സ്ത്രീപീഡനം ഒക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായ സാഹചര്യത്തിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരായിട്ടുള്ള ഒരു വികാരം അവിടെ മണ്ഡലത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. അത് അതിജീവിച്ചുകൊണ്ട് എൽദോസിനെ തന്നെ ഇറക്കി കഴിഞ്ഞാൽ അത് വീണ്ടും അത് പരാജയത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു വളരെ നല്ല സ്ഥാനാർത്ഥിയെ അവിടെ ഇറക്കി ഒത്തൊരുമയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ ആ മണ്ഡലം നിലനിർത്താൻ എന്തായാലും LDFന്റെ കയ്യിലിരിക്കുന്ന ചില സീറ്റുകൾ കൂടി, ഈ 5 സീറ്റാണ് LDFന്റെ കയ്യിലുള്ളത്, അതിലൊരു 3 എണ്ണമെങ്കിലും ഇവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. നിലവിലുള്ള 9 എണ്ണം നിലനിർത്തിക്കൊണ്ട് തന്നെ എന്തായാലും UDFന് എറണാകുളം ജില്ലയിൽ മേൽക്കൈ തുടരാൻ സാധിക്കും. അത് 2026 ഭരണം കിട്ടുന്നതിനുള്ള കൂടുതൽ സാധ്യതയിലേക്ക് മാറും. ഇനിയിപ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരിലെ 12 ഇടങ്ങളിൽ LDF ആണ്. ഒരു കാലത്ത് തൃശ്ശൂർ ജില്ലയിലും UDFന് ആധിപത്യം ഉണ്ടായിരുന്നു. പക്ഷേ 2016 2021 LDFന്റെ ആധിപത്യത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ആധിപത്യം തുടരുന്നതിന് വേണ്ടിയിട്ട് CPM ശ്രമിക്കും. പക്ഷെ നമുക്കറിയാം തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJPക്ക് ഉണ്ടായിരിക്കുന്ന വലിയ മുന്നേറ്റം അത് ഏത് തരത്തിലേക്കായിരിക്കും കാര്യങ്ങൾ മാറുക എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ 12-1 എന്നുള്ളതാണ് കണക്ക്. ഒരു സീറ്റ് UDFന്, അത് ചാലക്കുടിയിലാണ്. 2016 ഒരു സീറ്റ് ഉണ്ടായിരുന്നു പറയുന്നത് അത് വടക്കഞ്ചേരിയിലാണ്. അനിൽ അക്കരെയൊക്കെയാണ്. നമുക്കറിയാം അനിൽ അക്കരെ 2016 വളരെ തുച്ഛമായ വോട്ടുകൾക്കാണ് വിജയിച്ചത്. 2021 പരാജയപ്പെട്ടു. 2016 പിണറായി വിജയൻ സർക്കാരിനെതിരെ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും വിവാദമാവുകയും ചെയ്ത പ്രശ്നം അവതരിപ്പിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നത് അനിൽ അക്കരെയായിരുന്നു. അതുകൊണ്ട് തന്നെ അനിൽ അക്കരെ ഏത് തരത്തിൽ പരാജയപ്പെടുത്തണം എന്നുള്ളതായിരുന്നു CPMന്റെ തന്ത്രം. ആ തന്ത്രം അവർക്ക് 2021 ഫലിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ അത് കൊടുങ്ങല്ലൂരിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, കൊടുങ്ങല്ലൂരിൽ 2011 അവിടെ MLA ആയിരുന്നത് TN പ്രതാപനാണ്. പിന്നീട് പ്രതാപൻ 2019 തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് MP ആയി പോയി. 2024 മത്സരിക്കാനുള്ള ഒരുക്കമൊക്കെ നടന്നെങ്കിലും K മുരളീധരൻ അവിടേക്ക് വന്നപ്പോൾ പ്രതാപന് പിന്മാറേണ്ടി വന്നു. പ്രതാപന് 2016 21 കൊടുങ്ങല്ലൂർ മണ്ഡലത്തില് LDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതാപന് ഇറക്കിക്കഴിഞ്ഞാൽ ആ മണ്ഡലം തിരിച്ചു പിടിക്കാമെന്ന് കരുതുന്നു. കാരണം തീരദേശ പ്രദേശത്തെ വോട്ട് ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ ഇരിങ്ങാലക്കുടയിൽ മന്ത്രി ബിന്ദുവിന് എതിരായിട്ടുള്ള ഒരു ജനവികാരം നിൽക്കുന്നുണ്ട്. അത് UDFലെ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഈ സീറ്റ് ഏറ്റെടുത്തിട്ട് അവിടെ ഉണ്ണിയാടനാണ് മത്സരിച്ചിരുന്നത്, പരാജയപ്പെട്ടു. ഉണ്ണിയാടൻ അവിടുന്ന് ഈ സീറ്റ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് എടുത്ത് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് ആൻ സെബാസ്റ്റ്യനെ ഇറക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ വരികയാണ്. അതുപോലെ തന്നെ ഗുരുവായൂർ മണ്ഡലം, ഗുരുവായൂരിലെ സന്ദീപ് വാര്യരെ കൊണ്ടുവരിക. ഇപ്പോഴവിടെ KNA ഖാദറാണ്, അത് ലീഗിന്റെ സ്ഥാനാർത്ഥിയായി ആണ് മത്സരിച്ചത്. അക്ബറാണ് അവിടുത്തെ ഇപ്പോഴത്തെ സിറ്റിംഗ് MLA. അപ്പോൾ സന്ദീപ് വാര്യരെ ഇറക്കാൻ എന്നുള്ള ഒരു തീരുമാനമുണ്ട്. പക്ഷേ ഗുരുവായൂർ മണ്ഡലത്തിന് വേണ്ടി വേറെ പിടിയും നടക്കുന്നുണ്ട്. K മുരളീധരൻ ഒരു പക്ഷേ ഗുരുവായൂർ മണ്ഡലത്തിലേക്ക് വരുമെന്നറിയുന്നുണ്ട്. തൃശ്ശൂർ മണ്ഡലത്തിൽ 2021 പത്മജ വേണുഗോപാൽ അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ വെറും 1000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് LDF സ്ഥാനാർത്ഥി വിജയിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ പത്മജ BJPയിലുമാണല്ലോ. തൃശ്ശൂർ മണ്ഡലത്തിൽ VM സുധീരനെ ഇറക്കാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ BJPയുടെ ഒരു കയറ്റം അത് വലിയൊരു വെല്ലുവിളി കൂടിയാണ്. എന്തായാലും
LDFിൻ്റെ കയ്യിൽ നിന്ന് LDFിന് അവിടെ വലിയ നഷ്ടം വരുത്തിക്കൊണ്ട് UDF കയറും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് നിൽക്കുന്നത്.